സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്ര സമർപ്പണത്തിനും പ്രതിഷ്ഠാകർമ്മങ്ങൾക്കും ശേഷം 41-ാം കലശത്തിനായി നട തുറന്നു. നിർമ്മാല്യ ദർശനത്തിനായി കുടുംബാംഗങ്ങളും നാട്ടുകാരും ഭക്തിയിൽ ലയിക്കുന്ന പുണ്യദിനം. ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിനും ഭക്തരുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രത്യേക പൂജകളും ഹോമങ്ങളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചരിത്ര വഴികളിലൂടെ അതിപുരാതനമായ വിശ്വകർമ്മകുലത്തിന്റെ അധീനതയിൽ പെരുന്തുരുത്തിൽ അപ്പൂപ്പൻകുറ്റി എന്നറിയപ്പെട്ടിരുന്ന കുമാരനെല്ലൂരമ്മയുടെ മണ്ണായ കുടുംബക്ഷേത്രം. അപ്പൂപ്പൻ യോഗീശ്വര സാന്നിധ്യം നരപതി കുലപൂജ്യ എന്ന വിശേഷണത്തോടും കൂടെ കുലദേവതാ ചൈതന്യമായ കല്ലറ ദേവിയുടെയും കൊടുങ്ങല്ലൂരമ്മയുടെയും സാന്നിധ്യവും അപ്പൂപ്പൻ ഉപാസനാമൂർത്തികളായി സേവിച്ചിരുന്നു. അപ്പൂപ്പനൊരിക്കൽ വേദമന്ത്രങ്ങൾ കഴിഞ്ഞു വരുന്ന വഴിയിൽ യക്ഷിയമ്മയുമായി കാണുവാനിടയായി. അപ്പൂപ്പൻ യക്ഷിയമ്മയുടെ തലയിൽ ഒരു ആണിയടിച്ച് സുന്ദരഭാവത്തിലെ സ്ത്രീരൂപമാക്കി നീലകേശി എന്ന നാമകരണവും ചെയ്ത് സ്വഗ്രഹത്തിൽ സഹധർമ്മിണിക്ക് സഹായത്തിന് കൊണ്ടുവന്ന് അവിടുത്തെ ദാസിവേലകൾ ചെയ്യിച്ചു പോന്നിരുന്നു. ഒരുനാൾ സഹധർമ്മിണി യക്ഷിയമ്മയുടെ തലയിലെ ആണി കാണുകയും അത് വലിച്ചൂരുകയും ചെയ്തു. ഉടനെ നീലകേശി എന്ന സുന്ദരി ഭയാനകമായ യക്ഷിരൂപമായി മാറുകയും തുടർന്ന് അപ്പൂപ്പൻകുറ്റിയിലെ കാഞ്ഞിരമരത്തിൽ യക്ഷിയമ്മയെ തളയ്ക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. തുടർന്ന് കാലാന്തരേണ്യെ വിളക്ക് വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. കുടുംബാംഗങ്ങളുടെ വളരെ നല്ല കൂട്ടായ്മയിൽ 2 ശ്രീകോവിലുകളുള്ള ക്ഷേത്രമായി മാറി അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം. ഒരു ക്ഷേത്രത്തിന്റെ ആത്മാവും ഊർജ്ജകേന്ദ്രവും പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമാണ്. ജീവനില്ലാത്ത ശിലയിലേക്ക് ദൈവിക ശക്തിയെ കുടിയിരുത്തുന്ന ഒരു ആത്മീയ പ്രക്രിയ കൂടിയാണിത്. ഒരു ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ആരാധനാ കേന്ദ്രമായി മാറുന്നത് ഈ പ്രതിഷ്ഠാകർമ്മത്തിലൂടെയാണ്. ഇത് വിഗ്രഹത്തെ ശുദ്ധീകരിക്കുകയും കൂടുതൽ ദിവ്യത്വം നൽകുകയും ചെയ്യും. അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം സ്ഥപതി ശ്രീ പൊന്നപ്പൻ രാഘവൻ ആചാരി വൈക്കം. ക്ഷേത്രശില്പികൾ ശ്രീ വി സജിമോൻ ഓണാട്ടുപുരയിടം പെരുന്തുരുത്ത്, ശ്രീ വി ബിജു ഓണാട്ടുപുരയിടം പെരുന്തുരുത്ത്, ശ്രീ സുരേഷ് തട്ടാംപറമ്പിൽ ആർപ്പൂക്കര, ശ്രീ ശ്രീജിത്ത് ടി കെ തട്ടാംപറമ്പിൽ ആർപ്പൂക്കര. അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിന്റെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രതീഷ് തിരുമേനി മൂത്തേടത്ത്, ശ്രീ വി ആർ രാജേഷ് ശർമ്മ, ശ്രീ മനോജ് നാരായണൻ നമ്പൂതിരി, ശ്രീ അശ്വിൻ ശർമ്മ എന്നിവരാണ് അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിന്റെ താന്ത്രിക കർമ്മങ്ങൾ ചെയ്ത തിരുമനസ്സുകൾ.
41 കലശാരംഭത്തിന് മുന്നോടിയായി ക്ഷേത്രം തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഗണപതിയുടെ അനുഗ്രഹം നേടുന്നതിനും ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഐശ്വര്യവും വിജയവും നേടുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഗണപതി ഹോമം ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പവിത്രമായ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന ഒരു പുണ്യ അഗ്നി ചടങ്ങാണിത്. ഭക്തരുടെ ആത്മീയ നിമിഷങ്ങൾ, അനുഗ്രഹ നിമിഷങ്ങൾ, പുണ്യ നിമിഷങ്ങൾ. അപ്പൂപ്പന്റെയും ദേവിയുടെയും തിരുനടയിൽ നെൽപ്പറ വഴിപാടുകൾ നടത്തുന്ന ഭക്തർ. ക്ഷേത്ര തിരുനടയിലുള്ള കൽവിളക്കിൽ തിരുനാളം തെളിയിക്കുന്ന ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രതീഷ് തിരുമേനി മൂത്തേടത്ത്. തുടർന്ന് ഭക്തജനങ്ങൾ കൽവിളക്കിൽ തിരികൾ തെളിയിക്കുന്നു. നാൽപ്പത്തിയൊന്നാം കലശം നടത്തുന്ന ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രതീഷ് തിരുമേനി മൂത്തേടത്ത് മറ്റ് തിരുമേനിമാർ ദേവിയുടെ തിരുനടയിൽ കലശപൂജാ ചടങ്ങുകൾ.
സോപാന സംഗീതത്തിലൂടെ ക്ഷേത്രപരിസരം അക്ഷരാർത്ഥത്തിൽ ഭക്തിമുഖരിതമാകുന്ന അപൂർവ നിമിഷങ്ങൾ, ആത്മീയ നിമിഷങ്ങൾ. ഭക്തജനങ്ങൾ കൈകൂപ്പി തൊഴുതു നിന്നു. കർപ്പൂര ദീപങ്ങളെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്ന ഭക്തജനങ്ങൾ. അപ്പൂപ്പന്റെ തിരുനടയിൽ കലശപൂജാ ചടങ്ങുകൾ. ഭക്തർ ആനന്ദാശ്രു ബിന്ദുക്കളാൽ കൈകൂപ്പി തൊഴുതു നിൽക്കുന്നു. കർപ്പൂര ദീപങ്ങളെ നമസ്കരിക്കുന്ന ഭക്തജനങ്ങൾ. ആത്മീയ നിമിഷങ്ങൾ. ക്ഷേത്രം തന്ത്രിമുഖ്യന്റെയും മറ്റ് തിരുമേനിമാരുടെയും നേതൃത്വത്തിൽ വൈഷ്ണവചാത്തൻ സ്വാമിക്കും നീലകേശി യക്ഷിയമ്മയ്ക്കും പൂജാചടങ്ങുകൾ നിർവഹിക്കുന്നു. അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിലെ പ്രത്യക്ഷ ദൈവമായ വൈഷ്ണവചാത്തൻ സ്വാമിക്ക് ചാത്തനൂട്ട്, കടുംപായസം, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്ന ഭക്തർക്ക് സംരക്ഷണ സാന്നിധ്യം അവരുടെ കുടുംബത്തിലേക്ക് വ്യാപിക്കുകയും സമാധാനവും സമ്പൽ സമൃദ്ധിയും ദുരാത്മാക്കളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും സംരക്ഷണവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോട്ടയം പെരുന്തുരുത്തിലെ ആദ്യ വൈഷ്ണവ ചാത്തൻ സ്വാമി ക്ഷേത്രമായി മാറുന്നു ഈ പുണ്യസങ്കേതം.
ക്ഷേത്രത്തിലാദ്യമായി ക്ഷേത്ര കുടുംബാംഗത്തിന്റെ കുഞ്ഞിന് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ രതീഷ് തിരുമേനി മൂത്തേടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചോറൂണ് കർമ്മം നടത്തുന്ന അതിവിശിഷ്ടമായ ചടങ്ങ്. ജീവിത സാഫല്യത്തിന്റെ അപൂർവ നിമിഷങ്ങൾ, ആനന്ദ നിമിഷങ്ങൾ, ദൈവീക ചടങ്ങുകൾ, കർമ്മപുണ്യ ദർശനം. തന്ത്രിമുഖ്യനിൽ നിന്ന് ദേവിയുടെ തിരുനടയിൽ പ്രസാദം വാങ്ങിക്കുന്ന ഭക്തൻ. നാൽപ്പത്തിയൊന്നാം കലശത്തോടനുബന്ധിച്ച് ദീപാരാധനാ ചടങ്ങുകൾക്കായി കൽവിളക്കുകളിൽ എണ്ണയും തിരിയുമിടുന്ന ബാലികമാർ. സർപ്പദൈവങ്ങളുടെ തിരുനടയിൽ തിരിതെളിയിക്കുന്ന ഭക്തജനങ്ങൾ. അപ്പൂപ്പന്റെയും ദേവിയുടെയും തിരുനടയിൽ ദീപാരാധന തൊഴുതു നിൽക്കുന്ന ഭക്തമാനസങ്ങൾ. ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ,
കർപ്പൂര ദീപനാളങ്ങൾ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്ന പുണ്യനിമിഷങ്ങൾ, അനുഗ്രഹ നിമിഷങ്ങൾ, ധന്യ നിമിഷങ്ങൾ. ദീപാരാധനാ നിറങ്ങളിൽ നിറസാന്നിധ്യമായി അപ്പൂപ്പനും ദേവിയും ഭക്തജനങ്ങൾക്ക് കരുണ ചൊരിയുകയാണ്, അനുഗ്രഹം ചൊരിയുകയാണ്. ആത്മീയ ചൈതന്യമായ ശക്തിയുടെ സാന്നിധ്യം. നാൽപ്പത്തിയൊന്നാം കലശം കഴിഞ്ഞ ക്ഷേത്രത്തിൽ മാസപൂജയും ഓരോ ദിവസവും ഭക്തജനങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥന നടത്താവുന്നതുമാണ്. ഭക്തജനങ്ങൾക്ക് അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിൽ നടത്താവുന്ന വഴിപാട് വിവരങ്ങൾ. നാൽപ്പത്തിയൊന്നാം കലശത്തിനോടനുബന്ധിച്ച് ഭക്തിഗാനാമൃതം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭദ്രദീപം തെളിയിക്കുന്നതിന് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ ബി മണി, സെക്രട്ടറി ശ്രീ ശിവദാസ് AV, ട്രഷറർ മനോഹരൻ AV, കമ്മിറ്റി അംഗങ്ങളായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രേംജി S, VV പ്രകാശ് എന്നിവരെ ദേവി നാമത്തിൽ ഈ ഭദ്രദീപം തെളിയിക്കുവാനായി ആദ്യം ക്ഷണിച്ചുകൊള്ളുന്നു.
അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തെക്കുറിച്ചുള്ള സുപ്രഭാതഗീതവും ഭക്തിഗാനവും അണിയിച്ചൊരുക്കിയ കലാകാരന്മാർക്ക് ആദരവ് നൽകുന്ന ചടങ്ങിന് മുന്നോടിയായി ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങ് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ വി മണി, ക്ഷേത്രം സെക്രട്ടറി ശ്രീ ശിവദാസൻ AV, ക്ഷേത്രം ട്രഷറർ ശ്രീ മനോഹരൻ AV, ക്ഷേത്രം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ശ്രീ വി പ്രകാശ്, ശ്രീ പ്രേംജി എന്നിവർ ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങ് നിർവഹിക്കുന്നു. അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തെക്കുറിച്ചുള്ള സുപ്രഭാതഗീതവും ഭക്തിഗാനവും അണിയിച്ചൊരുക്കിയ കലാകാരന്മാർക്ക് ക്ഷേത്രത്തിന്റെ ആദരവ്. സർഗസംഗീത സംവിധായകൻ ശ്രീ ആലപ്പി ഋഷികേശ്. നിരവധി സർക്കാർ അവാർഡുകൾ ഉൾപ്പെടെ ലഭിച്ച അദ്ദേഹം അനവധി സിനിമാ നാടക ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ അപൂർവ പ്രതിഭയാണ്. ആദരവേറ്റുവാങ്ങുന്നതിനായി സ്നേഹത്തോടെ ദേവീനാമത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഈ ഗാനത്തിന്റെ ഗാനരചന നിർവഹിച്ച ശ്രീ KS സേതുനാഥിനെ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. വയലാർ അവാർഡ് ഉൾപ്പെടെ അനവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ അനുഗ്രഹീത കലാകാരൻ. സുപ്രഭാതവും ഭക്തിഗാനവും ആലപിച്ച പ്രശസ്ത ഗായിക ശ്രീമതി ലക്ഷ്മി പ്രകാശിനെ ഏറെ ആദരവോടെ, ഏറെ വിനയത്തോടെ ദേവീനാമത്തിൽ ആദരവേറ്റുവാങ്ങുവാനായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ ഗാനത്തിന് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച പ്രശസ്ത കലാകാരൻ ശ്രീ ശ്രുതീഷ് കമലിനെ ദേവീനാമത്തിൽ ആദരവേറ്റുവാങ്ങുന്നതിനായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകിയതിനു ശേഷം ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ വി മണി സംസാരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആനന്ദത്തിൻ്റെ ഒരു ദിനമാണ്. ആനന്ദത്തിൻ്റെ ഒരു ദിനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9-10 മാസക്കാലമായി നമ്മളൊരു വലിയ പ്രയാണത്തിലായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം എന്ന ചിന്തയായിരുന്നു ഈ പെരുന്തുരുത്ത് നിവാസികളും അതോടൊപ്പം തന്നെ ഈ അപ്പൂപ്പൻകാവ് ക്ഷേത്രം കുടുംബാംഗങ്ങളും. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകുക എന്നുള്ളത്. അതിന് നിമിത്തമായത് വർഷങ്ങളോളം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇവിടുത്തെ പൂജകൾ, നമ്മുടെ ആചാരങ്ങൾ നിന്നുപോയ ഒരവസരത്തിൽ ഒരു ദേവപ്രശ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് നിസ്സാരമായ ഒരു സ്ഥലമല്ല. നമ്മൾ നേരത്തെ അറിയപ്പെട്ടിരുന്നത് അപ്പൂപ്പൻകുറ്റി എന്നായിരുന്നു. ഈ അപ്പൂപ്പൻകുറ്റി എന്ന സങ്കേതത്തിൽ കല്ലറ ശ്രീ ഭദ്രകാളിയമ്മയുടെ ഉപാസനയോടുകൂടി വർത്തിക്കുന്നതും അതോടൊപ്പം അപ്പൂപ്പൻ യോഗീശ്വര സമാനമായ നരപതികൂല പൂജ്യനായ എന്ന വിശേഷണത്തോടു കൂടിയ ഒരു അപ്പൂപ്പനാണ് എന്നും യോഗീശ്വരനാണ് എന്നും ഉള്ള ആ ഒരു അർത്ഥത്തിൽ ആ ദേവപ്രശ്നത്തിലൂടെ ഇവിടെ അഖില സർപ്പങ്ങളുണ്ട് എന്നും യക്ഷിയമ്മയുണ്ട് എന്നും അതുപോലെ തന്നെ ചാത്തൻ സ്വാമി ഉണ്ട് എന്നും അതുപോലെ നാഗരാജാവ് ഉണ്ട് എന്നും നാഗേക്ഷി ഉണ്ട് എന്നും ഒക്കെയുള്ള ആ ഒരു ദേവപ്രശ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു നിസ്സാര കാര്യമല്ല. ഇവിടെ കുടികൊള്ളുന്നത് വളരെ ഐശ്വര്യപൂർണവും നമ്മുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ യശസ്സും കീർത്തിയും ഉണ്ടാകുന്ന ഒരു ദിവ്യ സങ്കേതമാണിതെന്നും അതിൻ്റെ പേരിൽ നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നും ആ പ്രശ്നവിധിയിൽ നമുക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും
കുറേ ആൾക്കാർ കൂടി ഒരു സമിതി ഉണ്ടാക്കുകയും ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9 മാസക്കാലമായി അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ സരസ്വതി ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ ഈ അപ്പപ്പങ്കാവ് ദേവീ ക്ഷേത്രം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്ര സമർപ്പണത്തിന് ശേഷം 41-ാം ദിനമായി ഇന്ന് പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളരെ സ്നേഹസമ്പന്നരായ നമ്മുടെ നാട്ടുകാർ, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരു മനസ്സോടെ ഏക അഭിപ്രായത്തിൽ ഇന്ന് നമുക്കിവിടെ ഒത്തുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യവും അതുപോലെ തന്നെ വലിയ ഈശ്വരാധീനമുള്ള ഒരു കാര്യവുമാണ്. നമ്മെ സംബന്ധിച്ച് ഇവിടെ ഇന്ന് ആദരിക്കപ്പെട്ടത് നമുക്കറിയാം. ഈ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരു നല്ല കീർത്തനം എന്ന് ഞാൻ പറയുകയാണ്. ആ കീർത്തനം രചിച്ച ആൾക്കാരെ ഇവിടെ ആദരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇതിന് സംഗീതം ചെയ്തവരെ ആദരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തവരെ ആദരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നമ്മുടെ മകള് ഒരു നല്ല കീർത്തനം, നല്ല ഒരു ഗാനം ഇതിലൂടെ ആലപിച്ച് നമ്മൾക്കെല്ലാം സന്തോഷമായി. നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പാടുന്നത് ക്ഷേത്രത്തിൻ്റെ ഈ അപ്പപ്പങ്കാവ് ദേവീ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ കീർത്തനമാണ്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഒരു സുപ്രഭാത ഗീതം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടെ ഈ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് തിരുമേനിയെ കൊണ്ട്, നമ്മുടെ ക്ഷേത്രം തന്ത്രിയെ കൊണ്ട് അതും നമ്മൾ ഉദ്ഘാടനം ചെയ്തു, അത് പൂജ ചെയ്ത് കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ 2 ഗാനങ്ങളും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ വെക്കാവുന്ന ഒരു നല്ല സുപ്രഭാത ഗീതവും അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ നമുക്ക് എന്നും വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ വെക്കാവുന്ന കീർത്തനമാണ് ഈ 2ഉം. ഇത് 2ഉം ചിട്ടപ്പെടുത്തിയ ആൾക്കാരെ പ്രത്യേകം അനുമോദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സംഗീതം ചെയ്ത നമ്മുടെ ആലപ്പി ഋഷികേശ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ആങ്കർ ചെയ്ത ശ്രീസൻ സാറ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാനത് ആവർത്തിക്കുന്നില്ല, വളരെ പരിമിതമായ സമയമാണ് നമുക്കുള്ളത്. ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ KS സേതുനാഥ്, അദ്ദേഹമാണ് എൻ്റെ ഗാനരചയിതാവ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ആ ഗാനം അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ അപ്പപ്പങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തുന്ന സമയത്ത് ഇവിടെ വന്ന് നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഈ കീർത്തനം ആലപിക്കുമ്പോൾ നമ്മുടെ അമ്പലത്തിൽ വന്ന് തൊഴുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ പാട്ട് പാടിയ നമ്മുടെ കുഞ്ഞിനെയാണ്. ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അറിയപ്പെടുന്ന, നമ്മളൊക്കെ വീട്ടിലൊക്കെ വിളിക്കുന്ന കിങ്ങിണി എന്ന് പറയുന്ന ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി അത് വളരെ മനോഹരമായി പാടി. അപ്പോൾ പ്രത്യേകം ഈ എല്ലാവരെയും ഇതിൽ പങ്കെടുത്ത ഈ ഓർക്കസ്ട്രേഷനും അതുപോലെ തന്നെ ഈ ഗാനം ചിട്ടപ്പെടുത്തിയ ആളിനെയും അതുപോലെ തന്നെ നമ്മുടെ സംഗീതം ചിട്ടപ്പെടുത്തിയ ആളിനെയും അതുപോലെ തന്നെ പാടിയ ലക്ഷ്മി പ്രകാശിനെയും ഒക്കെ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്നിവിടെ കൂടിയ നമ്മുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ പരിസരവാസികളായ നാട്ടുകാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ദൈവാധീനത്തോടു കൂടി എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ പെരുന്തുരുത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ വരുമ്പോൾ നമുക്കാർക്കും എങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്ഷേത്ര ആചാരങ്ങൾ നടത്തണം എന്നൊന്നും നമുക്കറിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നത് നമ്മുടെ കല്ലറക്കാവിലാണ്. കല്ലറക്കാവിലമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ അമ്മയാണ് അവിടെയുള്ളത്. അപ്പോൾ കല്ലറക്കാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പോലും 41-ാം കലശം ഇന്ന് നടക്കുമ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ദിവസത്തെ പൂജ കല്ലറക്കാവിൽ ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ പൂജകൾ ആരംഭിച്ചത്. അതാണ് അതിൻ്റെ ചടങ്ങ്. അപ്പോൾ കല്ലറക്കാവും നമ്മുടെ ഈ അമ്പലവുമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് അത്രമാത്രം അഭേദ്യ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത് നമുക്ക് ഏറ്റവും ആദരണീയനായ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ക്ഷേത്രം തന്ത്രിയാണ് നമ്മുടെ തിരുമേനി രതീഷ് തിരുമേനി അവറുകളാണ്. രതീഷ് തിരുമേനിയെ ഏറ്റവും ആദരവോടെ ഏറ്റവും വിനയത്തോടെ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്മരിക്കുകയാണ്. തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. തിരുമേനിയെ സ്നേഹപൂർവ്വം ആദരിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സംഗീത സംവിധായകൻ ശ്രീ ആലപ്പി ഋഷികേശ്. വളരെ സന്തോഷത്തോടെയാണ്, വളരെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനും പ്രകാശനമായ ഒരു യാത്രക്കിടയിൽ തിരുവനന്തപുരത്തിന് യാത്ര ചെയ്തിരുന്നപ്പോൾ പ്രകാശ് പറഞ്ഞു, ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്, ഇതിൽ പാട്ടുണ്ടാക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയി നാളെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും സേതുനാഥ് ഇവിടെ വരികയും നമ്മുടെ പ്രസിഡന്റ് മണിസാറിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇതിൻ്റെ കഥ മുഴുവൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഇവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നത്, എന്തെല്ലാമാണ് ഞങ്ങളത് മനസ്സിലാക്കുകയും സേതു അത് വൃത്തിയായി എഴുതുകയും
എനിക്കത് ഈ അപ്പൂപ്പൻ്റെ എനിക്ക് ഭഗവതിയുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് തോന്നുന്നത് മനോഹരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഞാൻ ചെയ്തതിനേക്കാൾ ഉപരി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എൻ്റെ അനുജൻ സുധീഷ് വളരെ വൃത്തിയായി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇവിടെ വളരെ, അതായത് കേരളത്തിൽ കിട്ടാവുന്ന നമ്പർ 1 ഓർക്കസ്ട്രയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പാട്ട് പാടാൻ നിങ്ങളോടൊപ്പം ലക്ഷ്മിയോടൊപ്പം പാടാനൊക്കെ വായിക്കാനായിട്ട് വന്നിട്ടുള്ളത് നമ്പർ 1 ഓർക്കസ്ട്രയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പാട്ട് കേൾക്കണം. അതോടൊപ്പം ഈ പ്രകാശനം ഇതിൻ്റെ എല്ലാ ആളുകളെയും, നിങ്ങൾ പ്രത്യേകിച്ച് ഭക്തജനങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഇങ്ങനൊരു ക്ഷേത്രം, ഇത് ലക്ഷണമൊത്തൊരു ക്ഷേത്രം. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ലക്ഷണമൊത്ത. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ഞാനിപ്പോൾ മൂകാംബിക, ഞാനും പ്രകാശനും കൂടെ മൂകാംബിക പോയിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷേ ലക്ഷണമൊത്ത ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഭാഗ്യം ചെയ്ത, കലറക്കാർ ഭാഗ്യം ചെയ്ത ആളുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വരാനും തൊഴുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം വാങ്ങാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഗാനരചയിതാവ് ശ്രീ KS സേതുനാഥിന്റെ വാക്കുകളിൽ നിന്ന് എൻ്റെ ബഹുമാനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ആലപ്പി ഋഷികേശ് അവറുകളാണ് ഇങ്ങനെ ഒരു അമ്പലത്തെക്കുറിച്ചും പ്രകാശം മാഷിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. ഇത് ചില നിയോഗങ്ങൾ പോലെയാണ് നാം വന്നു ചേരുക. അതിലേക്ക് നമ്മളുടെ തൂലിക ചലിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. നരപതീശ്വരനും ഭദ്രകാളി അമ്മയും ഒക്കെ അക്ഷരങ്ങളിലൂടെ വിരിഞ്ഞു വന്നത് എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ്. അനുഗ്രഹം തുടർന്നും ഈ നാടിനും ഈ കുടുംബത്തിനും നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ മഹത് സന്നിധിയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം നേരുന്നു. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ ഓഫ് യു. ക്ഷേത്രത്തിന്റെ സുപ്രഭാതവും ഭക്തിഗാനവും നിർമ്മാണ നിർവഹണം ചെയ്ത ശ്രീ VV പ്രകാശ് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പൂപ്പങ്കാവ് കുടുംബാംഗങ്ങളെ, ഈ നാട്ടിലെ നല്ലവരായ എല്ലാവർക്കും ആദ്യമായി ഒരു നന്ദി പറയട്ടെ. ഞങ്ങളുടെ 1 വർഷക്കാലത്തെ അധ്വാനമാണ് ഈ ക്ഷേത്രം. വളരെ കഷ്ടപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി, സാമ്പത്തികപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പോലും അതെല്ലാം തരണം ചെയ്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കിയതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു. അതിനോടൊപ്പം തന്നെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം ഋഷിയണ്ണൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു ക്ഷേത്രം ഞങ്ങളൊരു യാത്ര പോയപ്പോഴുള്ള അപ്പോൾ തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അപ്പൂപ്പങ്കാവിനെ കുറിച്ചൊരു ഗാനം ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഒരു നിമിത്തം പോലെയാണ് ഋഷിയണ്ണനും ഞാൻ തിരുവനന്തപുരത്ത് പോയ വഴിക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പിറ്റേ ദിവസം തന്നെ ഈ ഋഷിയണ്ണനും ഗാനരചയിതാവായ സേതു മാഷും കൂടി എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരികയും അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു. VV സഹദേവൻ ചേട്ടനുമായിട്ട് കുറേ നേരം സംസാരിച്ചു. VV മണിയായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ട്രഷറർ മനോഹരനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ എല്ലാവരുടെയും കൂടി സംസാരം ഒരേ രീതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനും ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണിത് ചെയ്യാൻ സാധിച്ചത്. അപ്പം നല്ലൊരു ഗാനം രചിച്ചു തന്ന ശ്രീ സേതു മാഷക്കും അതുപോലെ തന്നെ ആലപ്പി ഋഷിയണ്ണൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 വർഷക്കാലമായി ഈ ഋഷിയണ്ണനുമായിട്ടുള്ള ബന്ധം. എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാനൊരു പ്രൊഫഷണൽ ട്രൂപ്പ് നടത്തിയപ്പം നാടകക്കാരനായിരുന്നല്ലോ ഞാൻ ചെറുപ്പത്തിൽ. വീട്ടുകാരുടെ എല്ലാവരുടെയും വഴക്ക് കേട്ട ഒരു നാടകക്കാരനായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ നാടകം വന്ന് സംഗീതം ചെയ്തയാളാണ് ഈ ആലപ്പി ഋഷീഷ്. അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഞാൻ ഋഷിയണ്ണനുമായിട്ടുള്ള. ഇന്നും ആ ബന്ധം നല്ല രീതിയിൽ തന്നെ തുടരുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ചേട്ടന്മാർ, അനിയന്മാർ, സഹോദരിമാർ, അമ്മമാർ എല്ലാവർക്കും നല്ലൊരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ തുടർന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കുടുംബമായിട്ട് നിന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരും വർഷങ്ങളിലും ഇതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം. എന്നെക്കൊണ്ടാകാവുന്ന എൻ്റെ ഈ സ്ഥാപനം, പ്രകാശ് വിശ്വ എന്നുള്ള സ്ഥാപനം നല്ല രീതിയിൽ വരുന്ന ആ കാലഘട്ടം വരെയും എന്നെക്കൊണ്ടാകാവുന്ന സഹായങ്ങൾ ഞാൻ ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യും. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഓഫീസ് വേണം, നമുക്കൊരു സ്റ്റോർ റൂം വേണം, അതുപോലെ തന്നെ ഒരു എല്ലാവർക്കും കൂടി ഒത്തുചേരാനും കമ്മിറ്റി കൂടാനും ഒക്കെ ആയിട്ട് ഒരു ഹാള് വേണം. ഇതൊക്കെ സാധിക്കും. ഇതൊക്കെ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിൽ ഞാനും സഹായിച്ച് ഇത് എത്രയും പെട്ടെന്ന് അത് നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ. ഭഗവാനും നമ്മുടെ യോഗീശ്വരനായ അപ്പൂപ്പനും ദേവിയും നമ്മുടെ ചാത്തൻ സ്വാമിയും നമ്മുടെ നീലകേശി അമ്മയും നാഗരാജാവും നാഗേഷിയും അഖില സർപ്പങ്ങളും എല്ലാവരും നമ്മളോടൊത്ത് അവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.
അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭക്തിഗാനസുധ ഉടനെ ആരംഭിക്കുന്നതാണ്. അതിനുവേണ്ടി ലക്ഷ്മിയെയും ടീമിനെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. 41ാം കലശോത്സവത്തോടനുബന്ധിച്ച് ഭക്തിഗാനാമൃതം ആരംഭിക്കുകയായി. ശ്രീമതി ലക്ഷ്മി പ്രകാശ് ആൻഡ് പാർട്ടി നയിക്കുന്നു. ഷിബു അനിരുദ്ധ്, രാജൻ സംക്രാന്തി കീബോർഡ്, ശ്രുതീഷ് കമൽ ചേർത്തല ഋതം, പ്രണവ് ചേർത്തല തബല, പ്രവീൺ ചേർത്തല ഫ്ലൂട്ട്, സുഭാഷ് ചേർത്തല. ഭക്തിഗാനാമൃതം സമർപ്പണം പ്രകാശ് വിക്സ് ഹെയർ ഫിക്സിംഗ്, പെരുംതുരുത്ത്. ശ്രീമുഖത്തോടുല്ലസിക്കും ഗണേശ്വര വന്ദിപ്പോവിൽ പദയുഗളപത്മങ്ങളീശ ദിനജനദിലവുമറിഞ്ഞീടാൻ ഏകമാർഗം നീ തന്നെ ഏകദന്തേശ്വര രക്ഷയും നീ തന്നെ ഉമാമഹേശ്വര സോനോ ശ്രീ കല്യാണമൂർത്തി പ്രഭോ. ഗണപതി ഭഗവാനേ ദിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ മണികണ്ഠേശ്വര ശുഭദേ നിന്നെ കളി കാണണമെന്നും മണികണ്ഠേശ്വര ശുഭദേ നിന്നെ കളി കാണണമെന്നും കളി കാണണമെന്നും സിദ്ധിവിനായക ശരണം വിഘ്നവിനാശ ജനനീ ശരണം സിദ്ധിവിനായക വിഘ്നവിനാശ ജനനീ ശരണം ദിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ.
വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ. ഗണപതി ഭഗവാനേ മണികണ്ഠേശ്വര സുധനേ നിന്നെ കണി കാണണമെന്നും അറിയൻ കണി കാണണമെന്നും സിദ്ധിവിനായക ശരണം ശരണം വിഘ്നവിനാശകനീയേ ശരണം സിദ്ധിവിനായക ശരണം ശരണം വിഘ്നവിനാശകനീയേ ശരണം വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ.
అంగరమణీయ జగకలాపం భోగి నిరంతర విభూషిత వామభాగం నారాయణ ప్రియ మరంగ మదాపహారం వారాణసీ పురవరం భజ విశ్వనాథం వాచామగోచరమనేక గుణస్వరూపం వాగీశ విష్ణు సురసేవిత పాదపీఠం వామేన విగ్రహ వరేణ కనక్రమందం వారాణసీ పురవరం భజ విశ్వనాథం భూతాదివం భుజగభూషణ భూషితాంగం వ్యాక్రాంజినాంబరధరం జటిలం త్రినేత్రం పాశాంకుశాభయవరప్రదం శూలవాణి వారాణసీ పురవరం భజ విశ్వనాథం శంకరా నాద శరీరా పరా వేద విహారా జీశ్వరా శంకరా నాద శరీరా పరా వేద విహారా జీశ్వరా శంకరా
Yeah.
Thank you.
സത്യജ്ഞാന സൗഖ്യസ്വരൂപിണിയായ അപ്പൂപ്പൻകാവ് ദേവിയുടെ ശ്രീപാദയുഗ്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ.